അത് ശരിയാ. മാത്രമല്ല മറ്റന്നാൾ പൂജയൊക്കെ ഉള്ളതല്ലേ. അപ്പോഴത്തേക്കും എണീറ്റ് നിൽക്കണമെങ്കിൽ നല്ലോണം റെസ്റ്റ് എടുക്കേണ്ടതല്ലേ ദേവ? ഇവര് വിളിച്ചെന്ന് കരുതി നീ ഇങ്ങനെ വരാൻ പാടുണ്ടോ? ചെന്ന് കിടന്ന് ഉറങ്ങും മോനെ, അല്ലെങ്കിൽ ക്ഷീണാവില്ലേ? ഇവിടെ എനിക്ക് റെസ്റ്റ് തന്നെയല്ലേ ചെറിയമേ, വലിയ കിളയ്ക്കുന്ന പണിയൊന്നും അല്ലല്ലോ. മാത്രമല്ല നമ്മളോട് സ്നേഹവും താല്പര്യവും ഉള്ളവരോടൊക്കെ ഒന്നിച്ച് കഴിയുന്നതല്ലേ നല്ലത്. എന്ന് വെച്ചാൽ നല്ല റിലാക്സേഷൻ. നൈസ് ഷോട്ട്, അടിപൊളി. താങ്ക്സ് അജയേട്ടാ. ചെറിയമേ, എന്നെ ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട, ഞാൻ സമയത്തിന് കിടന്നോളാം. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഉറക്കം കളയണ്ട. പ്രായം എത്രയായില്ലേ, വല്ല അസുഖം വന്നാലോ? വൈദേഹിയുടെ വളയിടൽ ചടങ്ങ് ചെറിയമ്മ തന്നെയല്ലേ മുന്നിൽ നിന്ന് നടത്തേണ്ടത്. നീ ശരിക്കും ക്യാരംസ് കളിക്കാൻ വന്നാണോ അതോ എന്നോട് വല്ല സംശയം തോന്നിയിട്ടാണോ? സംശയം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും സംസാരിക്കില്ല. നീ ഒന്നാ മുറി കയറടാ, ആ ബലൂൺ പൊട്ടുമ്പോ വിവരം അറിയും. അതല്ല ദേവ, ഓപ്പറേഷന്റെ തയ്യലൊന്നും ഇതുവരെ ഉണങ്ങിയിട്ടില്ല. ഇങ്ങനെ ഇവിടെ ഇരുന്ന് കളിച്ചോണ്ടിരുന്ന ആ സ്റ്റിച്ച് വല്ലതും അഴിഞ്ഞു പോവുന്ന അമ്മ പേടിക്കുന്നേ. അതിന് താങ്ക്സ് ഉണ്ടായി. തൽക്കാലം എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാ ഞാൻ അകത്തേക്ക് പോയിക്കോളാം. ഓ, അല്ല, വസുമതി എവിടെ ചെറിയമ്മേ? അവളതെ ഇവിടെ തന്നെ ഉണ്ട് മോളെ. അയ്യോടാ, കാണുന്നില്ലല്ലോ. ഇത്രയും നേരം ഈ സാരി തുമ്പി കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ദേ എവിടെയോ ചാടിപ്പോയി. തമാശയായിരുന്നോ ചെറിയമ്മേ? നേരത്തെ പറഞ്ഞിരുന്നേ ചിരിക്കില്ലായിരുന്നോ? പിന്നല്ലാണ്ട് അവളെവിടെയാന്ന് ഞാനെങ്ങനെ അറിയാനാ? നീ ചോദിക്കുന്ന കേട്ട ഞാൻ സാരിത്തുമ്പെ കെട്ടിയിരിക്കുന്ന പോലെയാണല്ലോ. അമ്മേ, അമ്മ എന്തിനാ ദേഷ്യപ്പെടുന്നേ? വസുമതി എവിടെയെന്നല്ലേ അവള് ചോദിച്ചേ? കുറച്ചു മുമ്പ് മോളോട്ട് വന്നിരുന്നു. കുറച്ചു നേരം ഞങ്ങളോട് സംസാരിച്ച് നിന്നിട്ട് താഴോട്ടിറങ്ങി. അടുക്കളയിൽ എന്തോ പണിയുണ്ടെന്നാ എന്നോട് പറഞ്ഞേ. അവളെവിടെയെങ്കിലും കാണും. അല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും കാറ്റ് കൊള്ളുമായിരിക്കും. എന്നാ നിങ്ങൾ കളിച്ചോളൂ. അമ്മേ, ഉറക്കം വരുന്നു എന്നല്ലേ പറഞ്ഞേ? വാ, നമുക്കെന്നാ പോയി ഉറങ്ങാം. എന്താ അമ്മ ഇത്? അവർക്ക് എന്തെങ്കിലും സംശയം തോന്നിയിരുന്നെങ്കിലോ? വെറുതെ എന്തിനാ ദേഷ്യപ്പെട്ടെ? പിന്നല്ലാണ്ട് എന്ത് ചെയ്യാനാടാ? നമ്മുടെ കൂടെ നിന്നോണ്ട് നമ്മളെ പറ്റിച്ചവളെ ഈ ഊർമിള. അവളെ കണ്ട എനിക്ക് ചൊറിഞ്ഞു വരും. മരുമോളെ കുറിച്ച് കണ്ട സ്വപ്നങ്ങളെല്ലാം ആ വസുമതി കേറി വന്ന് തകർത്തു കളഞ്ഞു. അവളെ കാണുന്നത് ഇവളെക്കാളും വെറുപ്പ എനിക്ക്. എന്നിട്ട് ഈ പിശാശ് ആ പിശാശിനെ കുറിച്ച് ചോദിച്ചാ എനിക്ക് ദേഷ്യം വരും. ഇങ്ങനെ ഉത്തരം പറയാൻ പറ്റും എനിക്ക്? നമ്മുടെ കാര്യം നടക്കുന്നവരെ ഇതൊന്നും ശ്രദ്ധിക്കരുത് അമ്മേ. സാരമില്ല, വാ. ചെറിയമ്മേ, ഉറക്കം വരുന്നുണ്ടെന്നല്ലേ പറഞ്ഞേ? കുറ്റിയിട്ടിട്ട് കിടക്കണേ, അല്ലെങ്കിൽ ഞങ്ങളിവിടെ ബഹളം വെക്കുന്ന സമയത്ത് ചെറിയമ്മയ്ക്ക് അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. ആ ശരി, കിടന്നോളാവേ. നിങ്ങളും പെട്ടെന്ന് പോയി കിടന്നു. ഗുഡ് നൈറ്റ് ചെറിയമ്മേ. ഗുഡ് നൈറ്റ് മോളെ. അവരിനി എപ്പ അകത്ത് കയറി എപ്പ ആ ബലൂൺ പൊട്ടിക്കാനാ? അല്ല വരുണേ, എനിക്കൊരു സംശയം. ആ ബലൂൺ അകത്തല്ലേ കെട്ടിയിട്ടത്? അവരകത്ത് കടന്ന ശേഷം ആ ബലൂൺ എങ്ങനെ പൊട്ടിക്കാനാ? അമ്മേ, ഞാൻ ഇത്രയും പ്ലാൻ ചെയ്തിട്ട് അത് പൊട്ടിക്കാനൊരു വഴി കണ്ടെത്താതിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? മനഃപൂർവ്വം തന്നെ ആ ബലൂൺ ജനാലിന്റെ അടുത്ത് തന്നെ കെട്ടിയിട്ടത്. ഒരു ടോർച്ച് ലൈറ്റും ഭൂതക്കണ്ണാടിയും ഉണ്ടെങ്കിൽ അത് പൊട്ടിക്കാൻ പറ്റും. ഒരെണ്ണം പൊട്ടിയാൽ മതി, ബാക്കിയെല്ലാം വരി വരിയായി പൊട്ടിക്കോളും. ആണോടാ? ശരിക്കും ഭൂതക്കണ്ണാടിയും ടോർച്ച് ലൈറ്റും ഉണ്ടെങ്കിൽ ബലൂൺ പൊട്ടുവോടാ? പൊട്ടും അമ്മേ. അതൊക്കെ ടെസ്റ്റ് ചെയ്തതിന് ശേഷമാ ഞാൻ പ്ലാൻ ചെയ്തത്. നിനക്ക് ബുദ്ധിയില്ലാന്ന് പലവട്ടം എനിക്ക് തോന്നിയിട്ടുണ്ടടാ. പക്ഷെ നിന്റെ ബുദ്ധി എന്താന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. നിന്നെ പഠിക്കാൻ വിട്ടപ്പോ ശരിക്കും പഠിച്ചിരുന്നെങ്കിൽ ഈ സമയത്ത് വലിയൊരു സയന്റിസ്റ്റ് ആവില്ലായിരുന്നോ?
അമ്മേ അങ്ങനെയൊന്നും പോഴത്തല്ലേ, എനിക്ക് നാണം വരുന്നു. വേണ്ട, സാവകാശം അതൊക്കെ പിന്നീടായാ മതി. ആദ്യം ആ ഭൂതക്കണ്ണാടി ടോർച്ച് ലൈറ്റ് എവിടെയെന്ന് നോക്ക്. സമയാകുമ്പോ അതെങ്ങാനും കൈ കിട്ടിയില്ലെങ്കിൽ ബോംബ് വെച്ചിട്ട് പൊട്ടിക്കാൻ തീപ്പെട്ടി കയ്യിലില്ലാത്ത അവസ്ഥയാവും. അതൊക്കെ എവിടെ പോവാനാ അമ്മേ, എല്ലാം കയ്യെത്തും ദൂരത്ത് തന്നെയുണ്ട്. അതെ അതെ, എല്ലാം കയ്യെത്തുന്ന ദൂരത്ത് തന്നെയുണ്ട്. ഇനി എന്തിനു വൈകിക്കുന്ന, നമ്മുടെ കളി തുടങ്ങാം വാ. അതുകൊണ്ടിനി അമ്മ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. അവര് കിടക്കാൻ തുടങ്ങുമ്പോ നമുക്കത് പൊട്ടിക്കാം. എത്ര തന്നെ താമസിച്ചാലും. അമ്മേ, അമ്മ ഞാൻ സംസാരിക്കുന്ന കേൾക്കുന്നില്ലേ? ഇങ്ങോട്ട് നോക്കിക്കേ. ബലൂൺസ് അവരുടെ റൂമിലല്ലേടാ വെച്ചത്? അതെ അമ്മേ, അതല്ലേ ഞാൻ പറഞ്ഞത്. അപ്പൊ പിന്നെ ഇതെന്തെന്നാ? ആ ബലൂൺസിൽ ഞാൻ ഇതൊന്നും അല്ല എഴുതിയത്. ഇത് കണ്ടോ, വേറെ എന്തോ ആണ് എഴുതിയിരിക്കുന്നത്. ഗുഡ് നൈറ്റ് വരുൺ, ഹാവ് എ ഗ്രേറ്റ് സ്ലീപ്പ്. ഇത് നമുക്കുള്ള റിട്ടേൺ ഗിഫ്റ്റാ. നിന്നിലുണ്ടായ മാറ്റത്തിന് വളരെ വളരെ നന്ദിയുണ്ട്. അമ്മ കണ്ടല്ലോ, നമുക്ക് മാറ്റം ഉണ്ടായെന്ന് അവര് വിശ്വസിക്കില്ലെന്നാ ഞാൻ കരുതിയെ. കണ്ണടച്ച് വിശ്വസിച്ചു. നോക്കിക്കേ, മാറ്റത്തിന് നന്ദി പറഞ്ഞ് നമുക്ക് അവര് ബലൂൺസ് അയച്ചിരിക്കുന്നു. അവര് വിശ്വസിച്ചമ്മേ. വിശ്വസിച്ചടാ, ശരിക്കും വിശ്വസിച്ചു. ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ഫലം ഇപ്പൊ നിന്നെ കാണിക്കാം. മണ്ടന്മാര്, നമ്മള് നന്നാവാനേ. എടാ വരണേ, നീ പറഞ്ഞത് ഇത് റിട്ടേൺ ഗിഫ്റ്റ് ആണെന്നല്ലേ? എനിക്കെന്തോ പന്തികേട് തോന്നടാ. അമ്മയ്ക്ക് എല്ലാം സംശയമാ. റിട്ടേൺ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാ ഞാൻ അവർക്ക് ബലൂൺ കൊടുത്തതിന് അവരെനിക്കും തിരിച്ചു തന്നേ ഉള്ളൂ. പക്ഷേ ആ ബലൂൺസിൽ എന്താ ഉണ്ടായിരുന്നെന്ന് അവർക്കറിയില്ലല്ലോ. അതുകൊണ്ട് ഈ ബലൂൺസ് പൊട്ടിയാലും ഒന്നും പറ്റില്ല. അമ്മേ, എടാ വരണേ, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, എനിക്കറിയായിരുന്നോടാ നിന്റെ കളിമണ്ണ് തലയ്ക്കൊന്നും മനസ്സിലാവില്ല. നീ ബുദ്ധിയുള്ളവനാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചടാ. അല്ലമ്മേ, ഞാൻ കറക്റ്റ് ആയിരുന്നു. നിന്നെ ഞാൻ നിന്നെ അവരുടെ പണി കഴിഞ്ഞു. ഇനിയുള്ളതൊക്കെ നേരം വെളുത്തു കഴിഞ്ഞ് അച്ഛൻ നോക്കിക്കോളും. എന്തിനു ദേവിയുടെ മേളിലേക്ക് വരണമെന്ന് പറഞ്ഞേ? കുഞ്ഞുവാവയോട് സംസാരിക്കാനാണോ? വരുൺ കൊടുത്ത പണി നമ്മൾ അവനിട്ട് തിരിച്ചു കൊടുത്തില്ലേ? അനക്കല്ലാതെ അവിടെ മുറിയിൽ കിടക്കുന്നുണ്ടല്ലോ. ഇനി വരുൺ കാരണം ഒരു അപകടം ഉണ്ടാവില്ല. വൈദേഹി, അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ നിസ്സാരമായി കാണരുത്.
അവന്റെ പ്ലാൻ എന്താണെന്ന് നമുക്ക് മനസ്സിലായതുകൊണ്ട് അത് അവനിട്ട് തന്നെ തിരിച്ചു കൊടുക്കാൻ നമുക്ക് സാധിച്ചു. പക്ഷെ നമ്മളറിയാതെ അവൻ വേറെന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലോ, വരുൺ അബോധാവസ്ഥയിലാണെങ്കിലും നമുക്കുള്ള ആപത്ത് വന്നോണ്ടിരിക്കുകയാണെങ്കിലോ? അത് ശരിയാ ദേവേട്ട. അവൻ ആഗ്രഹിക്കുന്ന ആ രാജപദവി കൊടുത്തേക്കാന്ന് പറഞ്ഞിരുന്നതല്ലേ? എന്നിട്ടും അവന് നമ്മളോടുള്ള വെറുപ്പും വിദ്വേഷവും എന്തുകൊണ്ടാ കുറയാത്തത്? ആ വിദ്വേഷം അവനെ ഏതൊക്കെ തലത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് പറയാൻ പറ്റില്ല. അതാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ആരോ മൂളിന്റെ ശബ്ദം കേൾക്കുന്നില്ല ദേവേട്ട? ആരാ അത്? വന്നേ, നടക്ക്. വസുമതി, നീ ഇവിടെ? വസുമതി, വസുമതി. വസുമതി, എന്താ എന്താ പറ്റിയത്? പറ്റിയേ? വൈദേഹി, കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ. ആദ്യം നീ വെള്ളം കുടിക്കേ. ആരാ നിന്നെ ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ടത്? വേറെ ആര്? അവര് തന്നെ, എന്റെ ഭർത്താവും അമ്മായിയമ്മയും. അവരുടെ ചതി എന്താണെന്നുള്ളത് ഞാൻ കേട്ടുപോയതുകൊണ്ട് അത് നിങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടി എന്നെ ഇവിടെ കെട്ടിയിട്ടതാ. ചേച്ചി, ദേവേട്ട, അവര് നേരം വെളുക്കുന്നതിന് മുമ്പ് നിങ്ങളെ എല്ലാവരെയും അപകടപ്പെടുത്താൻ പോവാ. നിങ്ങളുടെ മുറിക്കകത്ത് ബലൂൺ കെട്ടിവെച്ച് അത് പൊട്ടിച്ച് നിങ്ങളെ ബോധം കെടുത്താൻ പോവാ. അതോർത്ത് നീ വിഷമിക്കേണ്ട കാര്യമല്ല വസുമതി. വരുൺ ഞങ്ങൾക്ക് സമ്മാനിച്ച ആ സമ്മാനം ഞങ്ങൾ അവന് തന്നെ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ആണോ ചേച്ചി? അതെ വസുമതി, ഞങ്ങളെ അബോധാവസ്ഥയിലാക്കാൻ നോക്കിയവര് ഇപ്പൊ ആ മുറിക്കകത്ത് അനക്കമില്ലാതെ കിടക്കുക. പക്ഷെ അവര് വേറെ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. വീട്ടിലുള്ള എല്ലാവരെയും ചൊൽപ്പടിക്ക് നിർത്താൻ വേണ്ടി എന്തൊക്കെയോ ചെയ്യാൻ പോവാത്രേ. അജയൻ ചേട്ടന്റെ കാല് വീണ്ടും തല്ലി ഓടിക്കാനുള്ള ശ്രമമാ. വേറെ എന്തൊക്കെയോ ഉണ്ട് ദേവേട്ട. ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവര് ബോധത്തോടെ എഴുന്നേറ്റ് വരണ്ടേ? നാളെ നേരം വെളുക്കുന്നത് വരെയില്ല, വൈകുന്നേരമായ പോലും അവർക്ക് ബോധം തെളിയില്ല. പക്ഷെ നീ ഇതെല്ലാം കേട്ടിട്ടും നിന്നെ അവര് വെറുതെ വിട്ടത് തന്നെ വലിയ കാര്യം. കൊന്നാളെന്നാ ചേച്ചി വിചാരിച്ച്. പക്ഷെ ഞാനുള്ളതുകൊണ്ട് വരുണേട്ടൻ എന്തൊക്കെയോ നല്ലത് നടക്കുന്നാ പറയുന്നത്. അതുകൊണ്ട് മാത്രം എന്നെ ജീവനോടെ വിട്ടുവെച്ചേക്കുന്നത്. ആ ഒരു വിശ്വാസമുള്ളിടത്തോളം നിനക്കൊരു ആപത്തും ഉണ്ടാവില്ല വസുമതി. ഇനി ബാക്കിയുള്ളവരെ അപകടത്തിൽ നിന്ന് രക്ഷിക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. എന്റെ വളയിടയിൽ കഴിഞ്ഞ അപകടങ്ങളെല്ലാം ഒഴിഞ്ഞു പോയിക്കോളും. അവര് നല്ല രീതിയിൽ മാറും. ആ ചടങ്ങ് കഴിയുന്നവരെ അവരെ നമ്മള് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്ന് മാത്രം. എന്നാ വാ ദേവേട്ട, വാ വസുമതി. അമ്മേ, പറ കുഞ്ഞുവാവേ, എന്താ കുഞ്ഞുവാവേ കാര്യം? വൈദേഹി, കുഞ്ഞാവയാണ് സംസാരിക്കുന്നേ. അവളെന്താ പറഞ്ഞേ? അവള് പറയട്ടെ ദേവേട്ട. പറ കുഞ്ഞുവാവേ. നാളെ അച്ചാച്ചൻ വിചാരിക്കുന്ന എല്ലാം നിറവേറണമെങ്കിൽ അതെല്ലാം അമ്മ തന്നെ വേണം ചെയ്യാൻ. എന്തൊക്കെയാണെന്ന് നേരം വിളിക്കുമ്പോ അമ്മയ്ക്ക് തന്നെ മനസ്സിലാവും. മറക്കല്ലേ, അച്ചാച്ചന്റെ സ്വപ്നം നിറവേറണമെങ്കിൽ അതിന് വഴി കാണിക്കേണ്ടത് അമ്മയാ. ഞാൻ നോക്കിക്കോളാം വാവേ. നേരം വെളുത്താൻ മനസ്സിലാവുന്നല്ലേ പറഞ്ഞത്. ഞാൻ അതുപോലെ ചെയ്തോളാം. പക്ഷേ തൽക്കാലം ആപത്തൊന്നുമില്ലല്ലോ അല്ലേ? ആപത്തല്ല അമ്മേ, നാളെ വീട്ടിലൊരു പൂരം നടക്കാൻ പോവാ. പൂരോ? അതെ അമ്മേ, പൂരത്തിന് ചുക്കാൻ പിടിക്കാൻ പോകുന്ന അമ്മയും അച്ചാച്ചനും കൂടെയാ.
എന്താ വൈദേഹി, എന്തെങ്കിലും ആപത്താണോ? ഇല്ല ദേവേട്ടാ, നേരം വെളുത്ത ഉടനെ അച്ഛന്റെ ആത്മാവിന് ബന്ധനത്തിൽ നിന്ന് മോചനം കിട്ടുമല്ലേ? വീട്ടിലൊരു പൂരം നടക്കുന്ന പറയുന്നേ. അതിന് ഞാനും അച്ഛനെ ചുക്കാൻ പിടിക്കാന്ന്. കുഞ്ഞുവാവ പറഞ്ഞതാണെങ്കിൽ അത് ഉറപ്പായി നടക്കും വൈദേഹിച്ചി. ആ നികൃഷ്ട ജീവികൾക്ക് മാറ്റം ഉണ്ടായില്ലെങ്കിൽ എന്തിനു ജീവിക്കുന്നു? ഇതിനേക്കാളും ഭേദം മരണമാണെന്ന് അവരെ കൊണ്ട് ചിന്തിപ്പിക്കണം ചേച്ചി. അതെല്ലാം അച്ഛന്റെ ആത്മാവ് നോക്കിക്കോളും. അച്ഛൻ നമ്മളെ കൊണ്ട് ചെയ്യിക്കാൻ നോക്കുന്നതെല്ലാം അതേപോലെ ചെയ്താൽ മാത്രം മതി. അപ്പോ നാളെ നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരിക്കുമല്ലേ? അച്ഛൻ അന്നേ പറഞ്ഞിരുന്നതാ നമ്മുടെ കുടുംബത്തിലെ എല്ലാവരെയും സ്വരുമയോടെ ചേർത്ത് നിർത്തണമെന്ന്. ഉറപ്പായിട്ടും നാളെ അച്ഛൻ അത് ചെയ്തിരിക്കും വൈദേഹി. അങ്ങനെ വരുണിനും സുഹാസിനി ചെറിയമ്മയ്ക്കും നാളെ മുതൽ മാറ്റങ്ങളുണ്ടായിരിക്കും. വൈദേഹി, എന്താ അമ്മേ? നീ എന്താ എള്ളുണ്ട എടുത്തിട്ട് പോണേ? നീ അതൊന്നും കഴിക്കാൻ പാടില്ല. ഇതെനിക്ക് വേണ്ടിയല്ലമ്മേ, അച്ഛന് വേണ്ടിട്ടാ. ദാസന് കൊടുക്കാനോ? അതെ എന്തുമ്മേ, അച്ഛന് ഈ എള്ളുണ്ട് വലിയ ഇഷ്ടമല്ലേ? ശരിയാ മോളെ, ദാസേട്ടൻ എപ്പോഴും ചോദിക്കുമായിരുന്നു, അത്ര ഇഷ്ടം ഇത്. പക്ഷെ ഇപ്പോഴെന്തിനാ മോളെ? ശ്രാദ്ധം നടത്തിയ സമയത്ത് കാക്ക ഒന്നുപോലും തൊട്ടില്ലായിരുന്നല്ലോ. അതിനർത്ഥം അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടിയിട്ടില്ലെന്നാ. അച്ഛനെന്ന് നമ്മുടെ കുടുംബത്തിലുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളും നമ്മുടെ വംശത്തെ വേട്ടയാടുന്ന ശാപവും അതിനുള്ള പരിഹാരങ്ങളും തെരഞ്ഞു നടന്ന സമയത്തായിരുന്നില്ലേ പകുതി വഴിക്ക് വെച്ച് ആകസ്മികമായി മരണപ്പെട്ടു പോയത്. ആ ശാപമോചനത്തിന് വേണ്ടി തന്നെയായിരുന്നു എന്റെ മോൻ അവന്റെ ജീവിതം തന്നെ മാറ്റിവെച്ചത്. ആ ശാപം തന്നെയാ എന്റെ മോന്റെ ജീവൻ എടുത്തതും. ഈ കുടുംബത്തെ പാതി വഴിക്ക് വിട്ടിട്ട് പോയ വിഷമത്തില് ആ ആത്മാവിന് ശാന്തി കിട്ടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും അന്ന് പിണ്ടം വെച്ചപ്പോ തൊടാതിരുന്നത്. ഇന്ദുമ്മേ, ഇപ്പോഴാ ശാപം നീങ്ങി കിട്ടിയില്ലേ നമുക്ക്? ഇനിയുള്ളതെല്ലാം നമ്മുടെ കൂടെയുള്ളവരുടെ ശത്രുതയാണ്. അതും വളരെ പെട്ടെന്ന് തന്നെ മാറിക്കോളും. വരുണിലും സുഹാസിനി ചെറിമയിലും നല്ല മാറ്റങ്ങളുണ്ടാവും. തൽക്കാലം അതിന് അച്ഛന്റെ ആത്മാവിന് മാത്രമേ സാധിക്കൂ. അത് ദാസേട്ടൻ എപ്പോഴും ചെയ്യുമായിരുന്നു മോളെ. പക്ഷെ അവരെ ആ ആത്മാവിനെ ബന്ധിച്ചിട്ടിരിക്കായിരുന്നില്ലേ? എല്ലാത്തിനും കാരണം നമ്മുടെ വംശത്തിനുണ്ടായിരുന്ന ശാപമായിരുന്നു. അതാണ് നമ്മളെ സഹായിച്ചുകൊണ്ടിരുന്ന ആത്മാവിനെ പോലും ബന്ധിച്ചിടാൻ കാരണമായി മാറിയത്. ഇപ്പൊ ആ ശാപത്തിൽ നിന്ന് മുക്തി കിട്ടിയില്ലേ? ഇനി സ്വാമിജി പറഞ്ഞ പോലെ ഇന്ന് കൃത്യം അച്ഛന്റെ മരണതിഥിയായ പ്രഥമ തുടങ്ങുന്ന സമയത്ത് ആ ബന്ധനത്തിൽ നിന്നും മോചനം കിട്ടും. അപ്പൊ ഏതെങ്കിലും ഒരു രൂപത്തിൽ ആരെങ്കിലും കാരണം അച്ഛനിത് കഴിച്ച ആ ആത്മാവിന് ശാന്തി കിട്ടില്ലേ അമ്മേ? വരുണിന്റെയും ചെറിയമ്മയുടെയും സ്വഭാവമാറ്റം അച്ഛൻ തന്നെ നോക്കിക്കോളും. പിന്നെ വീട്ടിൽ എന്നേക്കും സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനുവേണ്ടി ഞാനിന്നത് ഉണ്ടാക്കിയത് തന്നെ. സത്യവാ മോളെ, ആരിലൂടെയെങ്കിലും ഇത് കഴിച്ച ദാസന്റെ ആത്മാവിന് ശാന്തി കിട്ടും. ഈ വീടിന് നല്ലത് നടക്കും. നീ ഇത് കൊണ്ട് വെക്കും മോളെ. ശരി ഇന്ദുമ്മേ. ചെല്ലു മോളെ. വരുണേ, എന്നെ തളച്ചിടാൻ നിനക്ക് കിട്ടിയ അവസരങ്ങളെല്ലാം ഇതോടെ അവസാനിച്ചിരിക്കുന്നു.
ഇനി എന്റെ കുടുംബത്തെ സംരക്ഷിക്കുന്നതിൽ നിന്ന് എന്നെ ആർക്കും തടയാനാവില്ല. നിന്റെ കാലം അവസാനിക്കാൻ പോവാ. വരുന്നടാ ഞാൻ, വരുവാടാ. ബോധമില്ലാണ്ട് കിടന്ന് ഉറങ്ങിപ്പോയല്ലേ ഈശ്വര. നേരമെടുത്തിട്ട് ഒത്തിരി നേരം തോന്നല്ലോ. എന്താ പറ്റിയേ? എടാ വരണേ, എല്ലാം വെള്ളത്തിലായല്ലോടാ. വരുൺ, എടാ വരണേ. നല്ല ഉറക്കമായിരുന്നു, നശിപ്പിച്ച് കളഞ്ഞല്ലോ. ഇത് പള്ളി ഉറങ്ങാനുള്ള സമയമാണോടാ?